എല്ലാവർക്കും സ്വാഗതം. ഉദാഹരണ പ്രശ്നത്തിൻ്റെ മാനസിക കാരണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്, സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളുടെ ഒരു ആകത്തുകയാണ് ആ വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് വളരെ ചെറുപ്പം മുതലേ അനുഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ നെഗറ്റീവ് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്ന ഒന്നാണ് കൂടുതൽ ലൈംഗിക പ്രശ്നങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുരുഷന്മാർക്കിടയിലെ ഉദ്ധാരണ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഉദ്ധാരണ പ്രശ്നത്തിന് മാനസിക തലത്തിലൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേയേറെ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രെസ്സ് തന്നെയാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും സ്ട്രെസ്സാന്ന് പറയും. ആക്ച്വലി എന്താണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത്? ഒരു തരത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അടിച്ചമർത്തിയ ദേഷ്യമാണ്, അതായത് സപ്രസ്ഡ് ആങ്കറാണ്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികളോടോ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളോടോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചു പോകുന്ന ചില ആ വൈകാരികതയാണ് ഒരു വ്യക്തിയെ പലപ്പോഴും സ്ട്രെസ്സിലേക്ക് എത്തിക്കാറുള്ളത്. അപ്പം ഈ അടിച്ചമർത്തിയ കോപം എന്ന് പറയുന്നത് പലപ്പോഴും നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കലിൻ്റെ അസന്തുലിതാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കാറുണ്ട്, സ്വാഭാവികമായിട്ട് വ്യക്തിയിലേക്ക് കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ധാരണക്കുറവ് സംഭവിക്കാറുണ്ട്. പിന്നെ അടുത്തൊരു കാരണമെന്ന് പറയുന്നത്, മാനസികത്തിലുള്ള കാരണമെന്ന് പറയുന്നത് ആങ്ഷൈറ്റിയാണ്, അല്ലേ? ആങ്ഷൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭയമാണ്. ഈ ഭയം നമ്മുടെ ഇടത്ത് തലച്ചോറുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരു ഇമോഷനാണ്. കൂടുതലും അച്ഛനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതായത് ഭയത്തിൻ്റെ ഒരു പരോക്ഷമായിട്ടുള്ള ഉറവിടമെന്ന് പറയുന്ന അച്ഛൻ്റെ സ്വാധീനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവിക രീതി എന്ന രീതിയിൽ സെക്സിനോടൊരു ഭയം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പിന്നെ ലൈംഗിക വീഴ്ചയിൽ എനിക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ടത് പൂർത്തീകരിക്കാനാകുമോ എന്നുള്ള അത്തരം ഭയവും ചിലപ്പോൾ ഉദ്ധാരണക്കുറവിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഭയം നേരിട്ടും നേരിട്ടല്ലാതെയും ഉദ്ധാരണ പ്രശ്നത്തെ ബാധിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു വിഷയമാണ്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് വിഷാദമാണ്. ഈ പറഞ്ഞ പോലെ വിഷാദം ഒരു രോഗമല്ല, പകരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സങ്കടകരമായ അല്ലെങ്കിൽ വിഷമകരമായ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് വിഷാദ പ്രശ്നം എന്ന് പറയുന്നത്. ആ വിഷാദം നമ്മളെ വല്ലാതെ മൂടുമ്പോൾ ഒരുപാട് സങ്കടകരമായ അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടുവണ്ണം ശമ്പളം കിട്ടാത്തതായിരിക്കാം, നാളത്തെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു വല്ലാത്തൊരു സങ്കടമായിരിക്കാം, നൊമ്പരമായിരിക്കാം, അല്ലെങ്കിൽ ഇണയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കാം. അങ്ങനെ ഉണ്ടാകുന്നൊരു വിഷാദാത്മകമായിട്ടുള്ളൊരു മാനസികാവസ്ഥയായിരിക്കാം. എന്തു തന്നെയായാലും ഈ വിഷാദം എന്ന് പറയുന്ന സെറോട്ടിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കലിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു മസ്തിഷ്ക രാസവസ്തുവിൻ്റെ ഇംബാലൻസ് നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉദ്ധാരണക്കുറവ് സംഭവിക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ബേസ് അവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഭാര്യയുമായിട്ട് ദാമ്പത്യത്തിൽ ചേർന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ടേ ചിലപ്പോൾ ഭാര്യ പറയുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു കല്യാണം നടക്കുമായിരുന്നു, ആ സമയത്താണ് നിങ്ങൾ വന്ന് ആലോചിച്ചത്, എനിക്ക് ആ മറ്റേ കല്യാണമായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. അങ്ങനെയൊക്കെ പറയുന്നൊരു അവസ്ഥ ഈ ഭർത്താവ് കേൾക്കുമ്പോൾ ഉള്ള ഉദാഹരണം കൂടെ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞേക്കാം, എനിക്കിതിലും നല്ലൊരു ഭാര്യയെ കിട്ടുമായിരുന്നു, നല്ല സ്ത്രീധനത്തിൽ നല്ല കാണാൻ ഗ്ലാമറുള്ള, കാണാൻ അഴകുള്ള ഒരു പെണ്ണെ കിട്ടുമായിരുന്നു, കുറച്ചുകൂടെ നല്ല ബോഡി ഫിഗറുള്ള ഒരാളിനെ കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാര്യയുടെ താല്പര്യം നഷ്ടപ്പെടുകയാണ്. അപ്പം ഭാര്യയുടെ താല്പര്യം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന ഭർത്താവിലും
ആ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടാവുകയാണ്. സ്വാഭാവികമാണ്, നമുക്ക് ചിന്തിച്ച് നോക്കാവുന്ന സിമ്പിൾ കാര്യമാണ് അതൊക്കെ. അങ്ങനെ ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാവും ചിന്തിക്കുക, അല്ലേ? നമുക്കറിയാം, കോമഡിയായിട്ട് പറയാറുള്ള കാര്യമാണെങ്കിൽ പോലും സാമ്പത്തികവും ദാമ്പത്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലേ? സ്നേഹം കൊടുത്താൽ നമുക്ക് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അതിന് പണം തന്നെ വേണം. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും അത് ചിലപ്പോൾ ഉദാഹരണ പ്രശ്നത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരുപാട് സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അതിനൊക്കെ ശരിക്കും കാരണഭൂതമായത്. പിന്നെ വേറൊരു മാനസിക തലത്തിലുള്ള കാരണം എന്ന് പറയുന്നത് വിഷാദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉറക്കക്കുറവുണ്ട്. ആ ഉറക്കക്കുറവെന്ന് പറയുന്നത് നമ്മുടെ ഉന്മേഷത്തെ ആകെ പടക്കെടുത്തി കളയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടുള്ള രക്തോട്ടം ലൈംഗിക ഭാഗത്തേക്ക് കിട്ടാതെ വരികയും അങ്ങനെ ഉദാഹരണക്കുറവ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക കാര്യമാണ്. അപ്പം ആ വിഷാദം എന്ന് പറയുന്ന പ്രശ്നം പരോക്ഷമായിട്ട് ഉദാഹരണത്തെ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ജീവിത ചിട്ട വേണം. കാരണം ഉറങ്ങാൻ ഇത്ര സമയം, സ്വാഭാവികമായിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. ആ ഉറക്കം നമുക്ക് ശരിയായ വിധം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സമയങ്ങളിലൊക്കെ നമുക്കറിയാം വല്ലാത്തൊരു ഉറക്കക്ഷീണം നമ്മളെ ബാധിക്കും, അല്ലേ? അപ്പം അത് രാത്രികാലത്തും ഉണ്ടാകും, ചിലപ്പോൾ പകൽ സമയത്തും ഉണ്ടാവാം. അപ്പം എനർജറ്റിക്കായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ളൊരു ലൈംഗിക വീഴ്ചയിലേക്ക് എത്തത്തക്ക രീതിയിൽ ഉള്ളൊരു ഉദാഹരണം നമുക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യുക. കാരണം ലിംഗയോനി ബന്ധത്തിന് പര്യാപ്തമായിട്ടുള്ള ഒരു ഉദാഹരണം കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു വീഴ്ച നടക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ആ വീഴ്ച നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉദാഹരണം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഈ ഭർത്താവിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയാണ്? ആ ലൈംഗിക ബന്ധത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു പോകും, അങ്ങ് തെന്നി മാറും, അല്ലേ? അപ്പം അത് തിരിച്ചറിയാനുള്ള ബോധവും വെള്ളിയും വെളിച്ചമൊക്കെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ അതൊരു ദാമ്പത്യ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അത് ദാമ്പത്യ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ബാധിച്ചിട്ടും ചിലപ്പോൾ ഈ ഉദാഹരണക്കുറവിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് മുൻകാല ലൈംഗിക പരാജയങ്ങളുടെ സ്വാധീനമായിരിക്കാം. ആ മുൻകാല ലൈംഗിക പരാജയം വളരെ ചെറുപ്പത്തിൽ സംഭവിച്ചതായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവിഹിത ബന്ധത്തിലാവാൻ ചിലപ്പോൾ, അല്ലേ? അങ്ങനെ സംഭവിച്ച ഒരു പരാജയം ഈ ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ചിലപ്പം ആദ്യകാല ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഭർത്താവിൽ അങ്ങനെ തോന്നാറുണ്ട്. കാരണം പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവിഹിത ബന്ധമെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉൾമനസ്സ് അനുവദിക്കുന്ന ഒന്നല്ല, അല്ലേ? അരുത് എന്ന് നമ്മുടെ ഉൾമനസ്സ് വിലക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോയിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പം അതിനെ നമ്മൾ സമൂഹം അംഗീകരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന തലത്തിലുള്ള ഒരു ലൈംഗിക വീഴ്ചയുമായിട്ട്, അതായത് ദാമ്പത്യ ജീവിതത്തിലെ ഈ ലൈംഗിക വീഴ്ചയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ പക്വതയില്ലാത്ത ചിന്തയിൽ ചില പുരുഷന്മാർ അങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട്. അവിടെ പരാജയപ്പെട്ടെങ്കിൽ ഇവിടെയും പരാജയപ്പെടും. പക്ഷേ അത് ഒരു ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അടുത്ത വേറൊരു കാരണം എന്ന് പറയുന്നത് ഭാര്യയുടെ ശരീരത്തോടോ മുഖത്തോടോ ഉള്ള ഒരു ഇഷ്ടക്കുറവ്. കാരണം ആ ഒരു ശരീരഘടനയുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ എവിടെയോ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് കാരണം മുൻകാല അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത്തരം ബോഡി ഫിഗറുള്ള ഏതെങ്കിലും സ്ത്രീയിൽ നിന്നുണ്ടായ നെഗറ്റീവായിട്ടുള്ള ലൈംഗിക അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഈ ശരീരഘടന അല്ലെങ്കിൽ എന്തെങ്കിലും മറുക പാടൊക്കെ ഉള്ള ഒരു ഭാര്യയാണെങ്കിൽ, സ്ത്രീ പങ്കാളിയാണെങ്കിൽ ചിലപ്പം പറ്റാതെ വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലൂടെ ചിലപ്പോൾ ഒരു ഉദാഹരണക്കുറവിലേക്ക് എത്തപ്പെടാറുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, വേറൊരു കാര്യം എന്ന് പറയുന്നത് മേൽക്കോയ്മ ഭാഗത്തിലുള്ള ഭാര്യയുടെ ഇടപെടലുകൾ. അതായത് കുറച്ച് ഡോമിനൻ്റായിട്ടുള്ള ഭാര്യയാണെങ്കിൽ, എന്താ പറയുന്നത്, നമ്മളെ കയറി ഭരിക്കുന്ന തരത്തിലുള്ളൊരു ഭാര്യയാണെങ്കിൽ ഇവളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വന്നിട്ട്, ഒരു ഉത്കണ്ഠ വന്നിട്ട്, വല്ലാത്തൊരു ചിന്ത വന്നിട്ട് വേണ്ടുമെന്നുള്ള ഉദാഹരണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. എന്തൊക്കെയായാലും ഇത്തരം മാനസിക കാരണങ്ങളൊക്കെ തന്നെ നേരിട്ടും അല്ലാതെയൊക്കെ ഉദാഹരണക്കുറവിന് കാരണമാകാറുണ്ട്. ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ്, അല്ലേ? കണ്ടതും കേട്ടതും തൊട്ടതും മണത്തതും രുചിച്ചുമായിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ്. അത്തരം ഇന്ദ്രിയാനുഭവങ്ങളുടെ സ്വാധീനം സ്വാഭാവികമായിട്ട് കുടുംബജീവിതത്തിലൂടെ പങ്കുവെച്ചും ഷെയർ ചെയ്തും സാമൂഹിക സമ്പർക്കങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ അതങ്ങ് നോർമലൈസ്ഡ് ചെയ്തങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ അതങ്ങ് ബാലൻസ്ഡ് ആയിപ്പോവും.
അങ്ങ് സമനിലയിലായിപ്പോകും. പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടാത്തവരിൽ ഇതൊരു ഉദാഹരണ പ്രശ്നമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ മാറ്റപ്പെട്ടവരുടെ ഉദാഹരണ വിഷയങ്ങൾ, ഉദാഹരണ പ്രശ്നങ്ങൾ ഇതേ സ്വാഭാവിക പ്രക്രിയ തന്നെ സാങ്കേതിക തലത്തിൽ നടത്തി അത് പരിഹരിക്കത്തക്ക രീതിയിലേക്ക് ഇന്ന് ശാസ്ത്രം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.